പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കൂട്ടം പൈലറ്റുമാരെ കാണാൻ പോയാലോ? ഏത് മറ്റേ വിമാനം പറത്തുന്ന പൈലറ്റുമാരല്ല, ഡ്രോണുകൾ പറത്തി കൃഷിയിടങ്ങളിൽ വളമിടുന്ന ഒരു പെൺകൂട്ടം. മലപ്പുറം അരിമ്പ്ര സ്വദേശിനികളായ ദിൽഷത്ത്, ജസ്ന, ബിന്ദു, ആയിഷ, വിജില എന്നിവരാണ് ഈ താരങ്ങൾ. ഇവർക്കൊരു കൃഷിയിടത്തിലെത്തി ഡ്രോണിൽ വളമിട്ട് മടങ്ങിപ്പോകാൻ അധിക സമയമൊന്നും വേണ്ടെന്നേ. അതായത് 1 ഏക്കർ സ്ഥലത്ത് ഇവർ ഈ ഡ്രോൺ ഉപയോഗിച്ച് വളമിടാൻ ഇവർക്ക് വേണ്ട ആകെ സമയം 8 മിനിറ്റാണ്. കേവലം 8 മിനിറ്റ്. നിഖിൽ പ്രവേശ കഥ പറയും. ഹലോ പ്രേക്ഷകരെ, നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടറിൽ നമുക്ക് ഇന്ന് കുറച്ച് പൈലറ്റുമാരെ കാണാൻ പോയാലോ? പൈലറ്റുമാർ എന്ന് പറയുമ്പോൾ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരല്ല, എന്നാൽ അതുപോലെ പറക്കുന്ന കുറച്ച് പൈലറ്റുമാരാണ്. അപ്പോൾ ഈ പൈലറ്റുമാർ ചെയ്യുന്നത് നേരെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നു. കർഷകർക്ക് വലിയ വെല്ലുവിളിയായ വളമിടിയിലും കീടനാശിനി തളിക്കലുമൊക്കെ എളുപ്പമാക്കി കൊടുക്കുകയാണ് ഈ പൈലറ്റുമാർ ചെയ്യുന്നത്. ഒരു കൂട്ടം വനിതകളാണ്. ആ വനിതകളെ കാണാൻ നമുക്ക് പോകാം. എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് അവരിതിലേക്ക് എത്തിച്ചേർന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ പോവാം നമുക്ക്. അപ്പോൾ ഇതാണ് അരിമ്പ്രയിലെ ഡ്രോൺ ദീദിമാർ. ഇതാണ് അവരുടെ ഡ്രോൺ. ഈ ഡ്രോൺ ഉപയോഗിച്ചാണ് വിവിധ കൃഷിയിടങ്ങളിലെത്തി അവർ വളമിടുന്നത്. കുറഞ്ഞ നിരക്കിൽ ഇത് സാധ്യമാകും എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരു കൃഷിയിടത്തിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അവർ ഇവിടെ ഈ കൃഷിയിടത്തിൽ അവരുടെ ഈ ഡ്രോൺ ഉപയോഗിച്ച് വളമിടുന്നത് നമുക്ക് കാണാം. കൂടുതൽ സമയ ലാഭവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും ഇതിലൂടെ ഉണ്ടാകുന്നതെന്നാണ് കൃഷി ഉടമകളൊക്കെ, സ്ഥലമുടമകളൊക്കെ പറയുന്നത്. ഇതുപോലെയാണ് ഓരോ കൃഷിയിടങ്ങളിലും എത്തി വളവും കീടനാശിനിയും ഒക്കെ അവർ ഇടുന്നത്. അത് നിശ്ചിത അളവിൽ ആ ഡ്രോണിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനം വഴി ഈ വളമൊക്കെ അല്ലെങ്കിൽ കീടനാശിനിയൊക്കെ അതിൽ നിറയ്ക്കും. അത് ഈ കൺട്രോൾ വഴി കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഏക്കർ പാടം മൊത്തം അവർക്ക് വളമിടാൻ ഏതാണ്ട് 8 മിനിറ്റ് സമയം മതി എന്നാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ മനുഷ്യന്മാർ നേരിട്ടെത്തി ഇടുകയാണെങ്കിൽ എത്രയധികം സമയമെടുക്കും? ഇത് ചുരുങ്ങിയ 8 മിനിറ്റ് കൊണ്ട് അവർക്ക് ഒരു ഏക്കർ സ്ഥലത്ത് മൊത്തം വളമോ കീടനാശിനിയോ ഒക്കെ ഇടാൻ കഴിയുമെന്നാണ് ഈ ഡ്രോൺ ദീദിമാർ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇത് പഠിച്ചെടുത്തത്? കുടുംബശ്രീ വഴി ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇങ്ങനെ ഡ്രോൺ പരിശീലനം ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്കീമിൽ നമോ ഡ്രോൺ ദീദി വഴി FACT അങ്ങനെയാണ് ഡ്രോണൊക്കെ ഞങ്ങൾക്ക് തന്നത്. ഇവർക്ക് എല്ലാവർക്കും ഈ പദ്ധതി വഴി ഡ്രോൺ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയൊക്കെ വില വരുന്ന ഡ്രോണാണ്. ഇവർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല പരിശീലനവും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചെടുക്കുമ്പോഴുള്ള ഒരു ആശങ്കകളൊക്കെ എന്തൊക്കെയായിരുന്നു? ചെന്നൈയിൽ 10 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അതിൽ 7 ദിവസം ഞങ്ങൾക്ക് പ്രാക്ടിക്കലും പിന്നെ 3 ദിവസം തിയറി ആയിട്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അവിടെ കുറേ എല്ലാ സംസ്ഥാനക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയപ്പം ഭാഷ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായി. അവിടെ തമിഴ്, ഇംഗ്ലീഷ് ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മലയാളികൾ കുറച്ച് 49 പേരായിരുന്നു. പിന്നെ അവിടുന്ന് പ്രാക്ടിക്കൽ ചെയ്തിട്ട് 7 ദിവസം ചെയ്തു. കുറേയൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരുവനന്തപുരം വെച്ചിട്ട് കുടുംബശ്രീൻ്റെ അതിൽ ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് തന്നു. അതിലാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തേക്ക് വിളിച്ചാൽ എന്താണ് അതിൻ്റെ പ്രയോജനം? ഇപ്പോൾ ഒരു കൃഷിയിടത്തിൽ വളമിടാൻ നിങ്ങളെ വിളിച്ചാൽ എന്താണ് അതിൻ്റെ പ്രയോജനം? അത് അവർക്ക് സമയലാഭമാണ് ആദ്യമായിട്ട് പറയേണ്ടത്. നമ്മൾ ഒരു ഏക്കർ കവർ ചെയ്യാൻ 7 മിനിറ്റാണ് വരുന്നുള്ളൂ. പിന്നെ സാമ്പത്തിക ലാഭം കൂടെയാണ്. 750 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത് ഒരു ഏക്കർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കൂടുതൽ ഏരിയ ഉള്ള ഒരാൾക്ക് ഒരൊറ്റ ദിവസം ചെയ്താൽ മതി. ഒരു 40 ഏക്കർ വരെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമയലാഭം, സാമ്പത്തിക ലാഭം, അതുവഴി പിന്നെ നല്ല റിസൾട്ടും ആണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 1500 ഏക്കർ ഭൂമിയിലാണ് ഡ്രോൺ ദീദിമാർ ഇതിനോടകം തന്നെ വളമിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതും ഈ ഡ്രോൺ ഉപയോഗിച്ച്. സമയലാഭം അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭം, ഇതാണ് ഡ്രോൺ ദീദിമാരെ ബന്ധപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം.
അപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് എത്താൻ ഡ്രോൺ ദീദിമാർക്ക് കഴിയട്ടെ. സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവരെ ബന്ധപ്പെടാം. വെറും 750 രൂപയ്ക്ക് 1 ഏക്കർ കൃഷിയിടത്താണ് അവർ വളവും കീടനാശിനിയും ഒക്കെ ഇട്ടുകൊടുക്കുക, അതും ഈ നൂതന സാങ്കേതിക വിദ്യയിലൂടെ. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.